KLF-ന്റെ 8ാം പതിപ്പ് ചൂരൽമല ഉരുളലക്കങ്ങൾ കഥയിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചുപോയ ധാരാളം മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആദരവറിയിച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കുന്നു. നമുക്കറിയാം, എല്ലാ സ്വപ്നങ്ങളെയും അകഞ്ഞു മാറ്റി ഒരു കിരാത നൃത്തമായിരുന്നു ചൂരൽമലയിൽ നടന്നത്. നമ്മുടെ മനുഷ്യരെ ആകമാനം പൊള്ളിക്കുന്ന തരത്തിൽ, വേദനിപ്പിക്കുന്ന തരത്തിൽ ആ ഓർമ്മ ഇന്നും നമ്മുടെ നെഞ്ചിൽ അണയാതെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സെഷനിൽ ചൂരൽമല എന്നതൊരു ബിംബമായി മാത്രം ഉപയോഗിക്കുകയും ലോകത്താകമാനം നടന്നിട്ടുള്ള ദുരന്തങ്ങളുടെ, പേമാരിയുടെ, ഭൂകമ്പത്തിൻ്റെ, മണ്ണിടിച്ചിലിൻ്റെ, അങ്ങനെ മനുഷ്യർ അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ സങ്കടങ്ങളുടെയും ഒരു പരിച്ഛേദമാണ് ചൂരൽമല. നമ്മുടെ പ്രകൃതിയും നമ്മുടെ സമ്പത്തും മനുഷ്യർ ഏതൊക്കെ തരത്തിൽ അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദുരന്തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചൂരൽമലയെ പോലെ തന്നെ ധാരാളം ദുരന്തങ്ങൾ പലയിടങ്ങളിലായി പല സമയത്തായി നമ്മൾ കേട്ടുകൊണ്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ധാരാളം സാഹിത്യകൃതികൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം ദുരന്തങ്ങളെ സാഹിത്യത്തിൻ്റെ കണ്ണിലൂടെ എങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട UK കുമാരൻ സാറും KP രാമകൃഷ്ണയും ഷീല ടോമിയും നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ചെറിയ ഒരു അനുഭവമാണ് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. മരണം ഒരു തീർപ്പാണ്. എല്ലാ മരണങ്ങളും ഒരു തീർപ്പ് കൽപ്പിക്കലാണ്. എന്നാൽ കാത്തിരിപ്പ്, കാണാതാവൽ ഒരു തീരാവേദനയുമാണ്. മനുഷ്യരെ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണം ഇന്നും കാണാതായവരെ കുറിച്ചുള്ള ആധിയുമായാണ് വയനാടിലെ മനുഷ്യർ ജീവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UK-യുടെ ഈ അടുത്ത് ചൂരൽമല എന്ന ഒരു കഥ വന്നിരുന്നു. മാതൃഭൂമിയാഴ്ച പതിപ്പിൽ ചൂരൽമല എന്നൊരു കഥ. വളരെ സാഹോദര്യത്തിൽ, സ്നേഹത്തിൽ ജീവിക്കുന്ന രണ്ട് മനുഷ്യർ, ഹൈദ്രോസും ഗഫൂർ മാഷും രാജേന്ദ്ര മാഷും, തൻ്റെ സുഹൃത്തിനെ കാണാൻ ഈ ദുരന്തത്തിൽ പെട്ടുപോയോ എന്നുള്ള ആധിയിൽ ജീവിക്കുന്ന രാജേന്ദ്ര മാഷ് വീട്ടിൽ അസുഖമായി കിടക്കുകയാണ്. 3-4 ദിവസത്തെ പത്രവാർത്തകൾക്കും ദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകളിൽ നിന്നുമാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ ചൂരൽമലയിലേക്ക് വയ്യാതായിട്ടും വണ്ടി കയറുന്ന രാജേന്ദ്ര മാഷ് അവസാനമായി അവിടെ എത്തി തൻ്റെ പ്രിയപ്പെട്ട ഗഫൂർ മാഷിൻ്റെ കബറിടത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ചൂരൽമല എന്ന UK-യുടെ കഥ അവസാനിക്കുന്നത്. ഇങ്ങനെ ധാരാളം കഥകൾ മനുഷ്യൻ്റെ നേരിനെ തൊട്ടറിയുന്ന, നന്മയെ തൊട്ടറിയുന്ന, അതുപോലെ ഏറ്റവും ഗ്രാമീണതയുള്ള കഥകൾ കൊണ്ട് സമ്പന്നമാണ് UK. ഈ കഥയിലേക്ക് വരുമ്പോൾ UK അനുഭവിച്ച മാനസിക സംഘർഷത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി ആദ്യമായി UK ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, അതുപോലെ തന്നെ എന്നോടൊപ്പം വേദിച്ചിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളായ ശ്രീ KP രാമകൃഷ്ണൻ, ഷീല ടോമി, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചൂരൽമല ഉരുളലക്കങ്ങൾ എന്നുള്ള വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൻ്റെ സ്പർശം ഉളവാക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൂരൽമല എന്നുള്ള പ്രതീകം ഒരുപക്ഷെ
ഇന്നുവരെ നാം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കെടുതിയുടെ പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പോഴും ആ ദുരന്തം അനുഭവിച്ചവർക്കുള്ള കൃത്യമായ സ്വാന്തനം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല. ചൂരൽമല എന്നുള്ള ഒരു കഥ എഴുതുവാനുള്ള അതിൻ്റെ പശ്ചാത്തലം എനിക്കുണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നാൾ കാലത്ത് ഉണർന്നപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ ഒരു ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എവിടെയാണ് ഉണ്ടായതെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും മനുഷ്യസഹജമായ കൗതുകത്തോടു കൂടി ഈ വെളുപ്പാങ്കാലത്ത് ഇത്രയും വലിയ ദുരന്തം എവിടെയാണ് ഉണ്ടായത് എന്ന് അറിയുവാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ആ ദൃശ്യങ്ങളിൽ കണ്ണുകൾ അമർത്തുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് അത് ചൂരൽ മലയിലുണ്ടായതാണ് എന്നുള്ളതാണ്. ആ ഒരു അറിവുണ്ടായപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോവുകയാണ്. എൻ്റെ കാരണം ചൂരൽ മലയുമായിട്ട് എനിക്കുള്ള ബന്ധം എൻ്റെ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും പിന്നീട് പൊതുജീവിതത്തിൽ വളരെ സജീവമായിരുന്ന കാലത്തും ഒക്കെ തന്നെ വളരെ പ്രാവശ്യം ഞാൻ പോയ ഒരു മേഖലയാണത്. അവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചാണ്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഞാൻ സ്നേഹിക്കുന്ന ഒരു അധ്യാപകൻ അവിടെയുണ്ട്. ഞാൻ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഗഫൂർ മാഷാണ്. ഗഫൂർ മാസ്റ്ററുടെ പേരിന് പോലും തുല്യമായി തന്നെ അതേ പേരുള്ള അധ്യാപകൻ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയുവാനുള്ള കൗതുകം സ്വാഭാവികമായ ഉത്കണ്ഠ എനിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടായി. വളരെയേറെ ദൃശ്യങ്ങളിൽ കണ്ണുകൾ അമർത്തിയിട്ടും ഗഫൂർ മാഷ് എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അടയാളം ലഭിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം, ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭാരതപ്പുഴയിലൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന ആ ചെറിയ നദിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയിലൂടെ ഇന്നലെ വൈകിട്ട് തൊട്ട് വെള്ളം കലങ്ങി മറിഞ്ഞൊഴുകയാണ്. ഇവിടെയുള്ള പ്രാദേശിക ഒരു ടെലിവിഷൻ ചാനൽ പ്രവർത്തകൻ ഇവിടെ ഇങ്ങനെ എവിടെയോ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം എല്ലാവരും മാറി താമസിച്ചാൽ കൊള്ളാം എന്നുള്ളതാണ്. എന്നാൽ ആ മുന്നറിയിപ്പിനെ ഗൗനിക്കുവാൻ അവിടെയുള്ള പലരും തയ്യാറായില്ല. എന്നാൽ ഗഫൂർ മാഷ് മാത്രം അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലേക്ക്, കാരണം വെള്ളരിമല സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ഉയരമുള്ള സ്കൂളിലേക്ക് അദ്ദേഹം താമസം മാറ്റുകയാണ്. താമസം മാറ്റി അപ്പോഴാണ് ആ രാത്രിയാണ് ഈ കൊടിയ ദുരന്തമുണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നും അറിയുവാനുള്ള ഉത്കണ്ഠയായിരുന്നു എനിക്ക് പിന്നീട് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ വാർത്തയിലൂടെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗഫൂർ മാഷിൻ്റെ മകളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ വീട് എനിക്കറിയാം. കുറച്ച് ഉയർന്ന സ്ഥലത്താണ് വീട്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഗഫൂർ മാഷിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എനിക്കറിയേണ്ടത്. പിന്നീട് കുറേ കഴിഞ്ഞിട്ടും എനിക്കൊരു അറിവുണ്ടാവുന്നില്ല, ആരോടും ചോദിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ കണ്ണിലൂടെ
ദൃശ്യം കടന്നു പോവുകയാണ്. അതെനിക്ക് വളരെ പരിചിതമായ ദൃശ്യമാണ്. കാരണം ഗഫൂർ മാസ്റ്റർ വീടിന് മുമ്പിൽ ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തിനടുത്താണ് വീട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇതാണല്ലോ ഗഫൂർ മാസ്റ്ററുടെ മകളുടെ വീട്. അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയുണ്ടായി. വെള്ളം അത്രത്തോളം ഉയരത്തിൽ കയറി വന്ന് ആ വീടിനെയും ആക്രമിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ വീട്ടിലുള്ളവർക്കും എന്തെങ്കിലും അപകടമുണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ആ ദിവസം മുഴുവൻ എന്നെ സംബന്ധിച്ചിടത്തോളം അശാന്തിയുടെ ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഗഫൂർ മാസ്റ്ററുടെ മൃതദേഹം ലഭിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ദീർഘയാത്ര ചെയ്യുവാനുള്ള അവസ്ഥയില്ലാതിരുന്നിട്ട് പോലും ഞാനന്ന് അവിടേക്ക് പോവുകയുണ്ടായി. ഇതാണ് ആ കഥയുടെ എഴുതുവാനുള്ള പശ്ചാത്തലം. അപ്പം മാത്രമല്ല, ആ കഥ എഴുതുവാൻ ആലോചിച്ചപ്പോഴേ മറ്റു പല സംഭവങ്ങളിലും എൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയുണ്ടായി. അതിന് കാരണം, അവിടെ ഇങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരടക്കമുള്ള ആളുകൾ പെട്ടെന്ന് ഒരു പുസ്തകത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പരാതി കണ്ടെത്തുകയാണ്. ആ പരാതിയിൽ നോക്കിയപ്പോൾ ആ പരാതി സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർക്ക് കൊടുത്ത പരാതിയാണ്. അത് എന്താണെന്ന് അറിയുവാനുള്ള കൗതുകത്തോടു കൂടി അയാളത് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, അത് 2 വീട്ടുകാരുടെ കുറച്ച് സ്ഥലം 2-3 സെന്റ് സ്ഥലത്തിൽ കയ്യേറി എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു അയൽക്കാരൻ കൊടുത്ത പരാതിയാണ്. അപ്പോൾ അത് ദുരിതാശ്വാസ പ്രവർത്തകൻ സെല്ലും ദുഃഖത്തോടു കൂടി ആലോചിക്കുകയാണ്, ഇവിടെ എവിടെയാണ് അതിലുള്ളത്, ആർക്കാണ് സ്ഥലം കൊടുക്കാനുള്ളത്, ഇനി ആരാണ് അവകാശികളെ വരിക, ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ അവകാശങ്ങളില്ലാത്ത ഒരു ഭൂമിയെ സംബന്ധിച്ചുള്ള അറിവ് നമുക്കുണ്ടാവുകയാണ്. ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ചൂരൽമല എന്നുള്ള കഥ എഴുതുവാൻ ഇടയായത്. അതാണ് എൻ്റെ പ്രേരക ശക്തി. മലയാളികൾ പ്രത്യേകിച്ച് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വല്ലാത്ത സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നവരാണ്. എന്നാൽ ദുരന്തത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും മനുഷ്യർ ഒന്നായിരിക്കണമേ, എല്ലാ മനുഷ്യരും ഒന്നിച്ചിരിക്കണമേ എന്ന് എഴുത്തിലും ജീവിതത്തിലും വ്യാകുലപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് KP രാമൻ. അദ്ദേഹത്തിൻ്റെ നമ്മൾ ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങൾ വളരെ ആത്മാർത്ഥമായി സ്വന്തം ജീവൻ തന്നെ ബലികൊടുത്തുകൊണ്ട് ചില രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ കണ്ടതാണ്, തൻ്റെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സംഘടനപ്പെട്ട ആളുടെ മുറിവ് പറ്റിയപ്പോൾ അതേ വേറൊരു സംഘടനപ്പെട്ട ഒരാൾ അതിന് ശുശ്രൂഷിക്കുന്നതും അത് നമ്മുടെ നവമാധ്യമങ്ങൾ പല രീതിയിൽ അതിൻ്റെ പോസിറ്റീവായി ചർച്ച ചെയ്യുന്നതുമൊക്കെ. ഇത്തരത്തിൽ വയനാടിലെ ഒരു സാധാരണ സ്കൂളിലേക്ക് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയുന്ന ഗ്രേറ്റ തുങ്കംബർഗിനെ വയനാടിൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കഥയായിരുന്നു KP രാമനിലൂടെ എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ എന്നുള്ള കഥ. സ്വീഡിഷ് ആക്ടിവിസ്റ്റായ തുങ്കംബർഗ് ഒരു കുട്ടിയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ആ സ്വാധീനത്തിൻ്റെ ഫലമായി 9ാം ക്ലാസ്സിലെ കുട്ടി സ്കൂളിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കുകയും വയനാടൻ മേഖലയിൽ വീടുകളിൽ ഒരു പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിൽ വളരെ ആവേശത്തോടുകൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കഥയാണത്. ഈ കഥ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോകത്തെ പരിസ്ഥിതി ചിന്തകളെ കൂടി മലയാളത്തിലേക്ക്, വയനാടിലേക്ക്, നമ്മുടെ നാടിലേക്ക് എത്തിക്കുകയായിരുന്നു രാമൻ സാർ ഉദ്ദേശിച്ചത്. എന്തായിരുന്നു, ഏകദേശം ഡിസംബർ മാസമാണ് ആ കഥ പ്രസിദ്ധീകൃതമാകുന്നത്. എന്തായിരുന്നു ഈ കഥ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു? പ്രിയപ്പെട്ട ഹർഷിയും പ്രിയങ്കര UK കുമാരൻ, ഷീല ടോമി, സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം ചൂരൽമല കഥയിലെ ഉരുളനക്കങ്ങൾ എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ചൂരൽമല എന്നുള്ളത് ഒരു പ്രതീകമായിട്ട് നാം കാണുകയാണ്. പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു പ്രതീകം. ഇതിൽ മനസ്സിലാക്കേണ്ടത്
പ്രകൃതി ദുരന്തങ്ങൾ ഏതോ കാലം മുതൽക്ക് മനുഷ്യൻ ഉത്ഭവിച്ച മുതൽക്ക് മനുഷ്യാനുഭവങ്ങളിലുള്ളതാണ്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. അതിനെ കൂടിയാണ് ചൂരൽമല പ്രതിനിധാനം ചെയ്യുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളല്ല, മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, മനുഷ്യൻ പ്രകൃതിയുടെ മുകളിൽ കാണിക്കുന്ന അതിക്രമങ്ങൾ കൊണ്ട്, അവൻ്റെ തെറ്റായ വികസനം കൊണ്ട്, ആർത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന വികസനം കൊണ്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള പ്രകൃതി ദുരന്തത്തിന്റെ ഒരു പ്രതീകവും കൂടിയാണ് ചൂരൽമല. ചൂരൽമലയിൽ സ്വാഭാവികമായ പ്രകൃതി ദുരന്തമല്ല, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രകൃതി ദുരന്തമാണ്. അപ്പൊ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ ഇന്ന് ലോകവ്യാപകമായിട്ട് തന്നെ ചില സാഹിത്യ സരണികൾ വന്നുകൊണ്ടിരിക്കുക. എക്കോ പോയട്രി, ഇക്കോ ഫിക്ഷൻ ഒക്കെ പറഞ്ഞ പാരിസ്ഥിതികമായ അവബോധം ഉണ്ടാക്കുന്ന സാഹിത്യ സരണികളുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പോയട്രി, ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവസാനം ഈ നമുക്കറിയാം പസൻ ബജാനിൽ വെച്ചിട്ട് പിന്നെ കോപ്പ് നടന്നു, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഈ രീതിയിൽ കാർബൺ എമിഷൻ ഒരു 40 കൊല്ലം 50 കൊല്ലം മുന്നോട്ട് പോയാൽ ഈ ഭൂലോകത്തിൽ 1/3 വെള്ളത്തിലാകും. മനുഷ്യൻ നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും. ഇത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള 195 രാഷ്ട്ര നേതാക്കന്മാർക്കും യാതൊരു പ്രശ്നമില്ല. മുടിയാണെങ്കിൽ മുടിഞ്ഞോട്ടെ, മനുഷ്യവംശം അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ട്രംപ് ഇന്നലെ അധികാരത്തിൽ കയറിയല്ലോ, എന്ത് വിനാശകരമായിട്ടുള്ള ഉത്തരവുകളാണ് ഇറക്കിയതെന്ന് അറിയോ? ട്രംപ് പാരീസ് ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതായത് ഭൂമിയുടെ ആഗോളതാപനം കൂട്ടാൻ പിന്മാറുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ആഗോളതാപനം നടത്തി എത്രയും വേഗം ഭൂമിയെ മുടിക്കാനുള്ള കാര്യത്തിനാണ് നീങ്ങുന്നത്. മാത്രമല്ല ഫോസിൽ ഫ്യൂവലുകളുടെ ഖനനം വിപുലമാക്കുകയാണ്. ഗ്രീൻ ആയിട്ടുള്ള എനർജിക്കുള്ള പ്രവർത്തനം മന്ദീഭവിപ്പിക്കുകയാണ്. ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത മഹാദ്രോഹിയായിട്ടുള്ള ഒരു ലോക നേതാവ് ഏറ്റവും വലിയൊരു രാജ്യത്തിന്റെ, ശക്തിമത്തായ രാജ്യത്തിന്റെ അധിപനായി വരുന്നു എന്നാണ്. കോവിഡ് കണ്ടപ്പോൾ നമ്മൾ കണ്ടു, ഈ ലിബറൽ ഡെമോക്രസിയിലെ 195 രാജ്യങ്ങളിൽ 194 രാജ്യങ്ങളുടെ ഭരണാധിപന്മാരും കൊള്ളരുതാത്തവരാണ്, പൗരന്മാരോട് യാതൊരു സ്നേഹമില്ലാത്തവരാണ്. മനസ്സിലായി. ഒരു സ്ത്രീ ആവുകൊണ്ടായിരിക്കും പിന്നെ ന്യൂസിലൻഡിലെ ജെസിൻഡ ആഴ്സൺ മാത്രമാണ് പൗരന്മാരെ കുറിച്ച് നന്നായിട്ട് പറയും. ഞാൻ പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നം ഇപ്പൊ ഗ്രേറ്റ തുൻബർഗ് പറഞ്ഞൊരു കൗമാരക്കാരി യുണൈറ്റഡ് നേഷൻസിന്റെ ഉമ്മറത്ത് നിന്നിട്ട് ചോദിച്ചു, ഹൗ ഡെയർ യു ആർ, ഈ തോന്നിവാസം കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരും? അങ്ങനെയാണ് നിങ്ങൾ എന്തിനാ ഞങ്ങളെ ജനിപ്പിച്ചത്? ഞങ്ങൾക്കിനാ വിദ്യാഭ്യാസം തരുന്നത്? നമ്മളൊക്കെ മരിച്ച് രക്ഷപ്പെടും, പക്ഷെ നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത തലമുറ ഭീകരമായ അവസ്ഥയിലെത്തും. ഈ അവസ്ഥയുണ്ടല്ലോ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നം, അത് ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷനായിട്ട് പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പോയട്രി ആയിട്ട് വന്നിരിക്കുന്നു. മാർഗരറ്റ് അറ്റ്വുഡിനെ പോലെയുള്ളവർ, കിം സ്റ്റാൻലി റോബിൻസനെ പോലെയുള്ള മിനിസ്ട്രി ഓഫ് ദി ഫ്യൂച്ചർ എന്നൊക്കെ ഇതിനെ അഡ്രസ് ചെയ്യുന്ന കൃതികളുണ്ട്. ഇതെല്ലാം ഇതിന്റെ വേവലാതി കൊണ്ടാണ് എനിക്ക് ഗ്രേറ്റ് ഏച്ചിയെ കാണേ എന്നുള്ള കഥ എഴുതി. അതില് പിന്നെ കമ്പളക്കാട്ട് വയനാട്ടിലുള്ള ഒരു കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി അച്ഛൻ ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ അധ്യാപകനാണ്, പിന്നെ ശാസ്ത്ര അധ്യാപകനുമാണ്. അപ്പോ അച്ഛന്റെ ഈ ശാസ്ത്രത്തിനോടുള്ള കമ്പൊക്കെ കണ്ടിട്ട് കുട്ടി പിന്നെ ഇങ്ങനത്തെ ജന്മനാ തന്നെ ആ കുട്ടിക്ക് ചെടികളോടും മൃഗങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ പിന്നെ മുല്ലവള്ളികൾ മാടി വിളിക്കുമ്പോ അങ്ങോട്ട് എന്ന് പറഞ്ഞ അമ്മേനെ തല്ലിക്കൊണ്ടു. അണ്ണാൻ എവിടെയാ താമസിക്കുന്നത്, അണ്ണാനോടും കീരിയോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഈ കുട്ടിക്ക് പിന്നെ മാഷ് ഫോണൊക്കെ വാങ്ങിക്കൊടുത്തോടുകൂടി നെറ്റിൽ കൂടെയൊക്കെ ലോകത്തുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി ഗ്രേറ്റ തുൻബർഗിന്റെ വലിയ ആരാധികയായിട്ട് മാറി. അങ്ങനെ ഗ്രേറ്റയുടെ കാര്യമൊക്കെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ കുട്ടി ജൂൺ 5-ാം തീയതിയാണല്ലോ പരിസ്ഥിതി ദിനം. അന്ന് സ്കൂളിന്റെ മുറ്റത്തിരിക്കുകയാണ്. ഞാൻ
പിന്നെ നിരാഹാരം കടക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയെ മുടിക്കുന്നതിരെ, പ്രകൃതി നശിപ്പിക്കുന്നവരെ ഗ്രേറ്റയുടെ ഇതൊക്കെ പിടിച്ചിട്ട് നടക്കുക. അങ്ങനെ വലിയ വലിയ സംസാര വിഷയം. നിരാഹാരം കിടക്കുക. മന്ത്രി വന്നു, ഇവരൊക്കെ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഒടുക്കം കുട്ടി വഴങ്ങി. പക്ഷേ അവിടെ ഒരു പാരിസ്ഥിതിക സമിതി ഉണ്ടാക്കി ഈ കുട്ടി ഓരോരുത്തരെ ചെന്നിട്ടും ഈ ഭൂമി മുടിയുന്നതിനെ പറ്റി വയനാട്ടുകാരെ ഇതാക്കി, അവിടുത്തെ പാറ പൊട്ടിക്കുന്നവരെ അവിടുന്ന് ഓടിക്കാനുള്ള പുറപ്പാട്, ഇങ്ങനെ വലിയ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഒലിവർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് നോർവേയില് 50 കൊല്ലം കഴിഞ്ഞാൽ നോർവേ എങ്ങനെയായി മാറും എന്നതിൻ്റെ ഭീകരമായ അവസ്ഥ, ഇങ്ങനെ കാർബൺ എമിഷൻ. ഈ കുട്ടി ഇത് കണ്ടിട്ട് 50 കൊല്ലം കഴിഞ്ഞാൽ വയനാട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുക, തൻ്റെ മച്ചുനായിട്ടുള്ള രാഹുലിനെ ചേർന്ന്. ഇത് കാണിക്കുന്നതോടുകൂടിയാണ് നമ്മൾ എത്ര ഭീകരമായ അവസ്ഥയിൽ പോകുന്നു വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ പ്രവർത്തനം നടക്കുമ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്ന് മെനിഞ്ചൈറ്റിസ് വരുന്നു, ബോധമില്ലാതെ കിടക്കും. അപ്പോൾ വാശി പിടിക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ചേച്ചിയെ കാണും. എന്നിട്ട് ഗ്രേറ്റ തുൻബർഗ് സ്വീഡൻ ഇവിടെ വരികയും കുട്ടിയെ കാണുകയും, ഗ്രേറ്റ അങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ ഗ്രേറ്റയുടെ പദസ്പർശമേൽക്കുമ്പോൾ നമ്മളുടെ മുല്ലവള്ളികൾ പൂക്കുന്നു, പ്രകൃതി മുഴുവൻ ഉണർന്നതിൽ. കാരണം ഭൂമിയുടെ രക്ഷകയാണ് ഗ്രേറ്റ. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അങ്ങനെ വയനാട്ടിൽ വന്ന് പിന്നെ ഈ കുട്ടിയുടെ സൂക്കടൊക്കെ ഭേദാക്കി ഗ്രേറ്റ പുറത്തേക്ക് പോവാണ്. അവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ പടപ്പോഴേക്ക് കുട്ടി ആർത്ത് നിലവിളിക്കുകയാണ്, എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേന്ന്. പോയിട്ടും കണ്ടത് മതിയാവില്ല. അപ്പോഴേക്ക് എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേന്ന് ആ കരച്ചില് ഭൂമി മുഴുവൻ ഏറ്റുപിടിക്കുകയാണ്. കാരണം ഭൂമിയുടെ സംരക്ഷക തൽക്കാലം ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഇവർക്ക് അരക്ഷിതാവസ്ഥയാണ്. ഇപ്പൊ ഗ്രേറ്റ പെട്ടെന്ന് ആ ഫ്ലൈറ്റിന്റെ പിന്നെ എയർ ഹോസ്റ്റസിനെ വിളിക്കുന്ന മണിമുട്ടുക. കഥ അവിടെയാണ് നിൽക്കുന്നത്. ഫ്ലൈറ്റ് തിരിച്ചിറക്കണം എന്ന് പറയാനാണോ അതോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിച്ചിട്ട്. അങ്ങനെ ഈ കഥ ഗ്രേറ്റ തുൻബർഗ് എന്ന പ്രതീകത്തെ വെച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീതിതമായ അവസ്ഥകളെ ചിത്രീകരിക്കുന്ന ഒരു കഥ ഞാൻ എഴുതിയിരുന്നു. ഇത് നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യാത്തൊരു വിഷയമാണ്. ഭീകരമായിട്ടുള്ള ഒരവസ്ഥ. അസൻബജാനില് കോപ്പ് സമ്മേളനം അവസാനം അടുത്ത കാലത്താണ് നടന്നത്. ഒരു കോപ്പും നടന്നിട്ടില്ല അവിടെ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഫ്ലൈറ്റിൽ വന്നിട്ട് അത്രയും കൂടി കാർബൺ എമിഷൻ ഉണ്ടാവും, അത്രയും കൂടി ഭൂമിയെ നശിപ്പിക്കും. അത്രയ്ക്ക് ഭീകരന്മാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ലിബറൽ ഡെമോക്രസി എത്ര നിരർത്ഥകമാണ് എന്നതാണ് കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ച പാഠം. അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ പ്രശ്നമാണ്. അതിൻ്റെതായിട്ടുള്ള പിന്നെ പോയട്രിയും ഫിക്ഷനും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിലും അങ്ങനെ ധാരാളം വരണം. ഇവിടെ ചുവരൽമല, ഇവിടെ ആ ഒരു ദുരന്തത്തെ അഡ്രസ് ചെയ്തിട്ട് UK കുമാരൻ കഥ ഉണ്ട്. ഷീല പിന്നെ വല്ലി എന്നതിൽ പിന്നെ പ്രകൃതിയോടുള്ള, വയനാടിനോടുള്ള, അതിൻ്റെ സസ്യജാലങ്ങളോടുള്ള പ്രണയം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ഹരിത നോവൽ കൂടിയാണ്. അപ്പോൾ നാം ഏതിലെല്ലാണ് ഉണർച്ച വേണ്ടത്? അപ്പൊ ഭൂലോകത്ത് മനുഷ്യരാശി മുഴുവൻ ഐക്യത്തോടു കൂടി നിന്നിട്ടില്ലെങ്കിൽ കുലം മുടി എന്നുള്ള അവസ്ഥ. ആ സമയത്താണ് നമ്മൾ കോവിഡിന്റെ മാസ്ക് അടിച്ചപ്പോഴേക്ക് റഷ്യ ഉക്രൈനിലടിച്ചു, ഇസ്രയേൽ പാകിസ്ഥാനിലടിച്ചു. രാജ്യങ്ങൾ തമ്മിൽ തന്നെ പോരാ. എന്തിന്? ആൾക്കാർ തമ്മിൽ പോരാണ്, മതത്തിന്റെ പേരിൽ. ഈ അതിജീവനത്തിന്റെ പ്രശ്നം വരുമ്പോൾ ജന്തുക്കളെങ്കിലും കൂടി ഒരു കാണിക്കുന്ന ഒരു വിവേകം മനുഷ്യന്മാർ കാണിക്കുന്നത്. വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരു കമ്പ് ഇങ്ങനെ പൊന്തിക്കുകയാണെങ്കിൽ തവളയും പിന്നെ നീർക്കോലി ഒന്നിച്ചു നിൽക്കും, ജന്മശത്രുക്കളാ. ആ ഒരു വിവേകം കൂടി മനുഷ്യൻ കാണിക്കില്ല. എന്തിന്? നമ്മൾ എഴുത്തുകാരുടെ ഇടയിലുണ്ടോ, സാംസ്കാരിക പ്രവർത്തകരുടെ ഇടയിലുണ്ടോ ഐക്യം? ഇല്ല. നമ്മളെയും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആർക്കും ആരെയും കാണണ്ട, കേൾക്കണ്ട. ഇത് കുലമുടിയാനുള്ള പോക്കിലേക്കാണ്. ഇതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കൽ കൂടി ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷനും എക്കോ ഫിക്ഷനും എക്കോ പോയട്രിയും എല്ലാം നടത്തുന്നു. ആ ഒരു ചിന്താഗതിയിലേക്കുള്ള പ്രേരണയായിട്ട് ഈ സെഷൻ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തീപിടിച്ച കാടിന് എന്ന വാക്യത്തോടു കൂടിയാണ് ഷീല ടോമിയുടെ വല്ലി സമർപ്പിക്കുന്നത്. സാറ ടീച്ചർ എഴുതിയ ആമുഖത്തിൽ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള ഹൃദയാർദ്രത എന്നാണ് ആ നോവലിനെ വിശേഷിപ്പിച്ചത്. ഒരുപക്ഷെ നോവൽ വായിച്ചവർക്ക് എല്ലാ ജീവജാലങ്ങളോടും ഇത്ര കരുണയോടും സ്നേഹത്തോടും കൂടി
എങ്ങനെയാണ് ഈ എഴുത്തുകാരിക്ക് പെരുമാറാൻ പറ്റുന്നത്, ഈ എഴുത്തുകാരി എങ്ങനെയാണ് ഈ ജീവജാലങ്ങളെ എത്രത്തോളം സ്നേഹത്തിൽ പരിചരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരുപക്ഷെ വയനാടൻ മേഖലയെ അധികരിച്ചുകൊണ്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള നോവലുകളിൽ ഏറെ പ്രശസ്തമായ ഒരു നോവൽ കൂടിയാണ് വല്ലി എന്ന നോവൽ. ആ തരത്തിൽ നോക്കുമ്പോൾ ഷീല ടോമി വയനാട്ടിൽ കുഞ്ഞുനാൾ മുതൽ ജീവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് ധാരാളം കാലം പ്രവാസത്തിലായിരുന്നു. പിന്നീട് തിരിച്ച് വീണ്ടും വയനാട്ടിലേക്ക് വരുന്നിരുന്നു. ഈ പ്രവാസകാലത്തിലാണ് വല്ലി എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പ്രവാസത്തിലിരുന്നു കൊണ്ട് തൻ്റെ നാടിൻ്റെ ഏറ്റവും ഒരു പുൽക്കൊടിയുടെ അനക്കത്തെ പോലും മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയ കാര്യമാണ്. ഏതായാലും ആ കുഞ്ഞുനാളിൽ ഉള്ള വയനാടും ഇന്നത്തെ വയനാടും വല്ലി എന്ന നോവലിനെ വെച്ചുകൊണ്ട് സംസാരിക്കും. പ്രിയപ്പെട്ട ഹാഷിം, രാമനന്ദി സാർ, കുമാരൻ സാർ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചുരൽമലയിൽ നമ്മെ വിട്ടു പിരിഞ്ഞുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സെഷൻ നടത്തുന്നത്. നേരത്തെ രാമനന്ദി സാറും കുമാരൻ സാറും ഒക്കെ പറഞ്ഞതുപോലെ ഈ ചൂരൽമല എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ലോകത്തെവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന, ഇപ്പം രാമനന്ദി സാർ വളരെ വിശുദ്ധമായ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കൊണ്ട് ദ്വീപുകൾ പോലും മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സംഗതികൾ മാറുമ്പോൾ നമ്മൾ സാക്ഷ്യമായി ചൂരൽമല കഴിഞ്ഞ വർഷം നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. കൊടുങ്കാടായിരുന്നു കല്ലുവയൽ, കൊടുങ്കാടായിരുന്നു കല്ലുവയൽ. അങ്ങനെയാണ് എൻ്റെ വല്ലി എന്ന് പറയുന്ന നോവൽ തുടങ്ങുന്നത്. ഹാഷിം ഇപ്പോൾ പറഞ്ഞു, വയനാട്ടിൽ ഞാൻ ചെലവിട്ട എൻ്റെ കുട്ടിക്കാലം, ആ കാലത്ത് ഞാൻ കണ്ട വയനാട്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച വയനാട്, ഞാൻ അറിഞ്ഞ വയനാട്, ഞാൻ കണ്ട മനുഷ്യർ, ഞാൻ കണ്ട ജീവികൾ, ഞാൻ കണ്ട സസ്യജാലങ്ങൾ, ഞാൻ കണ്ട പരിസ്ഥിതി, അതെല്ലാം ഇന്ന് ഒരുപാട് മാറിപ്പോയി കഴിഞ്ഞു. ഒരു നോവൽ എഴുതണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അത് വയനാടിനെക്കുറിച്ച്, എൻ്റെ നാടിനെക്കുറിച്ച് തന്നെ ആയിരിക്കണം ആദ്യത്തെ നോവൽ എന്ന് മനസ്സിൽ കരുതുകയായിരുന്നു. നമുക്കറിയാം, ദേശത്തെക്കുറിച്ച് എഴുതുന്ന ഒരുപാട് മനോഹര രചനകൾ നമുക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ നാടിനെ അടയാളപ്പെടുത്തുന്ന രചനകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷീല ടോമി എന്ന ഞാൻ കാണുന്ന വയനാട്, ഞാൻ അനുഭവിച്ച വയനാട് എന്താണ്, വയനാടിനെക്കുറിച്ച് എനിക്കുള്ള ആശങ്കകൾ എന്തെല്ലാമാണ് എന്ന് അടയാളപ്പെടുത്തുവാനാണ് കല്ലുവയൽ എന്ന ഗ്രാമത്തെ പ്രതീകമാക്കി കല്ലുവയലിൻ്റെ ജീവിതം, കല്ലുവയലിൻ്റെ പ്രകൃതി, കല്ലുവയലിലെ മനുഷ്യർ, കല്ലുവയലിനെ കല്ലുവയലാക്കിയ അവിടുത്തെ ആദിമവാസി ജനവിഭാഗം, അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ നോവൽ ഞാൻ എഴുതുന്നത്. ഹാഷിം ചോദിച്ചു, എങ്ങനെയാണ് 10-20 വർഷം വിദേശത്തായിരിക്കുമ്പോഴും അങ്ങനെ ഒരു നോവല് എഴുതാൻ സാധിച്ചത് എന്ന്, അല്ലെങ്കിൽ അത്രയും തീക്ഷ്ണമായി, അത്രയും സൂക്ഷ്മമായി നാടിനെ അടയാളപ്പെടുത്താൻ എങ്ങനെയാണ് സാധിച്ചതെന്ന്. നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട MT നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത അത്ഭുതങ്ങൾ ഉള്ളിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കേറെ ഇഷ്ടം. ദൂരത്തേക്ക് പോകുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും സ്വന്തം നാട് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു, അകലെയായിരിക്കുമ്പോഴാണ് നമ്മൾ നാടിനോട് അടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അവരോടുള്ള സ്നേഹം നമ്മളിൽ ആളിക്കത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം റൂസോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശരത്കാലത്തായിരിക്കുമ്പോഴാണ് നമ്മൾ വസന്തത്തെക്കുറിച്ച് എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മതിലുകൾക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. അത് തന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നഷ്ടമായ, എന്നിൽ നിന്ന് അകന്നിരിക്കുന്ന നാട് എന്നിൽ നിറഞ്ഞപ്പോഴാണ് വല്ലി സംഭവിച്ചത്. അതൊട്ടും ഒരു ഗൃഹാതുരത ആർന്ന ഒരു രചനയായിരുന്നില്ല. നാടിൻ്റെ ആത്മാവിനെ, എന്നിൽ നിറഞ്ഞ നാടിൻ്റെ ആത്മാവിനെ ഞാൻ പുറത്തേക്ക് വാക്കുകളായി പകർത്തുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രളയമുണ്ട്, അതിൽ മലയിടിച്ചിലുണ്ട്, ദുരന്തങ്ങളുണ്ട്, അതുപോലെ തന്നെ കാടിൻ്റെ ഭംഗിയും കാടിൻ്റെ കുളിർമയും മഞ്ഞും എല്ലാം ഉണ്ട്. ഈ ചൂരൽമലയും ഇതുപോലെയുള്ള ദുരന്തങ്ങളും വയനാട്ടുകാർക്ക് പുതുമയൊന്നുമല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വല്ലിയുടെ ആദ്യത്തെ അധ്യായം ഞാൻ പറഞ്ഞു, കൊടുങ്കാടായിരുന്നു കല്ലുവയൽ എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. കല്ലുവയൽ എന്നൊരു ഗ്രാമമാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം കബനിയുടെ തീരത്തുള്ള വയനാട്ടിലെ ഒരു കുഗ്രാമമാണ്. വയനാട്ടുകാർക്കറിയാം, ഒരു കാടും വയലും പുഴയും എല്ലാം ഒരുമിച്ച് കിടക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ ആ പുഴയോരത്ത്, ആ കാടോരത്ത് ജീവിച്ച ആ നാളുകളാണ്
അതിൽ ഓരോ വഴിയായും ഓരോ മനുഷ്യരായും ജീവികളായും കഷ്ടപ്പെടുന്ന കുടിയേറ്റ കർഷകരായും എല്ലാം അതിലൂടെ കടന്നു വരുന്നത്. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അത് പലതരത്തിൽ വയനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വയനാട്ടുകാർക്കറിയാം. പ്രകൃതിയെ ഉപജീവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് വയനാട്ടുകാരായ മനുഷ്യരെല്ലാവരും. അതുപോലെ തന്നെ പ്രകൃതിയോട് പോരടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് 99-ലെ വെള്ളപ്പൊക്കം. 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ 1924 നടന്ന അതിഭീകരമായ ഒരു വെള്ളപ്പൊക്കമാണ്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നവരാണ് ഞങ്ങളുടെ 2 തലമുറ മുമ്പുള്ളവർ. പക്ഷെ ആ സമയത്തൊന്നും വയനാട്ടിലേക്ക് ആളുകൾ വന്നിട്ടില്ല. എന്നാൽ അവരായിരുന്ന നാടുകളിൽ ഇടുക്കി പോലെയുള്ള മലമ്പ്രദേശങ്ങളൊക്കെ ഒരു മൂന്നാറൊക്കെ അപ്പാടെ ഒലിച്ചുപോയി എന്ന് പറയുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ എറണാകുളമൊക്കെ വെള്ളത്തിനടിയിലായി, കോഴിക്കോടിൻ്റെ ഭാഗങ്ങളെല്ലാം പകുതി മുക്കാലും വെള്ളത്തിനടിയിലായി എന്ന് പറയുന്ന ഓർമ്മകളെല്ലാം സൂക്ഷിക്കുന്ന കാരണവന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ പീഡന പർവ്വമെല്ലാം താണ്ടി അവർ 30-കളിലും 40-കളിലും വയനാട്ടിലേക്ക് എത്തിയപ്പോൾ അതിലും ഭീകരമായ അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. ആ 24-ലെ വെള്ളപ്പൊക്കത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ പലരും പോകുന്ന കർലാട് ലേക്കുണ്ട്, അത് വിനോദസഞ്ചാരത്തിനായിട്ട് നിങ്ങൾ പോകുന്നതാണ്. അത് ഈ 1924 നടന്ന അതിഭീകരമായ മലയിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണെന്ന് ചില സ്ഥലങ്ങളിൽ അത് രേഖയുണ്ട്. അതുപോലെ ഉള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിപുരാതന കാലം മുതൽ തന്നെ വയനാടിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം വല്ലി എഴുതുന്ന ആദ്യത്തെ അധ്യായം സങ്കടപ്പുഴ, ഇതിൽ 10ാമത്തെ അധ്യായമായിട്ടാണ് വരുന്നത് നോവലിൽ. പക്ഷെ സങ്കടപ്പുഴ എന്നൊരു അധ്യായത്തിലാണ് ഞാൻ ഈ നോവൽ തുടങ്ങിയത് തന്നെ. അതായത് അതെൻ്റെ ചെറുപ്പത്തിൽ നിന്നുള്ളൊരു ഓർമ്മയായിരുന്നു. ഭയങ്കരമായ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഇങ്ങനെ എൻ്റെ ചാച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, അവർക്ക് ഇങ്ങനെ അന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല, ചാച്ചൻ അധ്യാപകനായിരുന്നു. അപ്പം തോണി തുഴയാൻ ആളെ കിട്ടില്ല, അല്ലെങ്കിൽ തോണി തുഴയാൻ ഇങ്ങനെ പരന്നു കിടക്കുന്ന കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പുഴയാണ് മുമ്പിൽ. ആ തോണി കടന്ന് അക്കരെ പോയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അപ്പം ചാച്ചൻ അന്നേരം ചാച്ചനും അമ്മച്ചിയും ഡ്രസ്സ് മാറി സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, പുഴയുടെ തീരത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചാച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, നീ ഇന്ന് വരണ്ട, നീ ഇവിടെ നിന്നു. അപ്പോൾ ചാച്ചനും ചാച്ചൻ്റെ ഒരു സുഹൃത്തും കൂടെ തോണിയിൽ കയറുന്നു. അപ്പം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പുഴ, അതിലെ കേളുമൂപ്പൻ എന്ന് പറയുന്ന ആളൊക്കെ അന്ന് ഞങ്ങളുടെ ഈ നോവലിലെ കേളുമൂപ്പനൊക്കെ എൻ്റെ ബാല്യത്തിലുണ്ടായിരുന്ന ഒരു മൂപ്പൻ തന്നെയാണ്. കേളുമൂപ്പൻ തുഴയെറിയുന്നു, പുഴയുടെ നടുക്കെത്തിയപ്പോൾ തോണി മറിയുന്നു. ആ ഒരു ഓർമ്മയിൽ നിന്ന് പിന്നെ അന്ന് ശരിക്കും ചാച്ചൻ പറഞ്ഞതനുസരിച്ച് കരയിൽ നിന്നില്ലെങ്കിൽ എൻ്റെ അമ്മ അന്ന് തന്നെ വെള്ളത്തിൽ നഷ്ടമായേനെ. അന്ന് വളരെ ചെറിയൊരു പ്രായത്തിൽ മനസ്സിൽ ഉണ്ടായ ഒരു ആഘാതമാണ് സങ്കടപ്പുഴയായിട്ട് അതിൽ വരുന്നത്. അതുപോലെ ഈ നോവലിൽ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് ചൂരൽമലകൾ കാണാം. ഇതിലെ ഉമ്മണിത്താറ എന്ന് പറയുന്ന അമ്മച്ചിയുടെ മകൻ ഒലിച്ചു പോകുന്നത് എന്താ പറയുക, ഒരു മലയിടിച്ചിലാണ്. അതുപോലെ മേപ്പാടിയും പാലുകാഴ്ച മലയിലുമൊക്കെ പലപ്പോഴായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ പറ്റി, മലയിടിച്ചിലിനെ പറ്റി ഞങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം വയനാട്ടിലുള്ളവർക്ക് ഈ നഷ്ടങ്ങളൊന്നും പുതിയതല്ല, അവർ എന്നും ഇത് അനുഭവിച്ചുകൊണ്ടേയിരുന്നതാണ്. ഇതിനോടെല്ലാം പോരടിച്ചുകൊണ്ടാണ് അവർ ജീവിച്ച് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇപ്പം രാമനുണ്ണി സാറ് പറഞ്ഞു നിർത്തിയ പോലെ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ഇക്കോ ഫിക്ഷനൊക്കെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ചിലരെന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളിത് അപകടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദുരന്തങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് എന്താ കാര്യം? അപ്പോൾ കുമാരൻ സാറിൻ്റെ UK കുമാരൻ സാർ ഇപ്പം എഴുതിയ ചൂരൽമല, അതിപ്പോൾ ഒരു പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചതല്ലേ, പിന്നെ അങ്ങനെ ഒരു കഥ കൊണ്ട് എന്താണ് കാര്യം? അല്ലെങ്കിൽ ഗ്രത്തേച്ചിയെക്കുറിച്ച് എഴുതിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മൾ ന്യൂസിൽ അറിയുന്നതല്ലേ എന്നുള്ളത്. പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. വാർത്തകൾ എന്നും പുതിയതായിക്കൊണ്ടിരിക്കും. ഇന്നലെ ചൂരൽമല കടന്നുപോയി, ഇന്ന് നമുക്ക് പുതിയ വാർത്തകൾ വന്നു, പുതിയ സംഭവങ്ങൾ വന്നു, നമ്മൾ ചൂരൽമലയെ മറന്നു പോകും. പക്ഷേ ഫിക്ഷനിലൂടെ, കഥകളിലൂടെ വരുന്ന സംഭവങ്ങൾ, ഈ കഥ എന്നത്തേക്കുമായി നാളത്തെ തലമുറയ്ക്കും അതിനുശേഷം വരുന്ന തലമുറയ്ക്കുമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനായിട്ട് അത് അവിടെ അവശേഷിക്കും. അവിടെയാണ് പലപ്പോഴും ഫിക്ഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ സിയാച്ചിൻ മൂപ്പന്റെ വാക്കുകൾ നമ്മൾക്കറിയാം. ഈ ഭൂമി ഞങ്ങളുടെ ഭാഗവും ഞങ്ങൾ ഭൂമിയുടെ ഭാഗവുമാണ്. ഇതിലെ തിളങ്ങി ഒഴുകുന്ന ജലം, അരുവിയിലെ ജലം ഞങ്ങളുടെ പൂർവികരുടെ രക്തമാണ്. ഈ മണ്ണ് ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മമാണ്. വയനാട്ടിലെ ഓരോ മനുഷ്യരും
ചൂരൽമലയിൽ എന്നല്ല ഓരോ പ്രദേശങ്ങളിലും വയനാട്ടിലെ പ്രകൃതിയോടും കാലാവസ്ഥയോടും മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ഹൃദയത്തിൽ തൊട്ട് പറയുന്ന വരികളാണ്. ഇത് ഈ മണ്ണ് വെറും മണ്ണല്ല, ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മമാണ്. അങ്ങനെയുള്ള ചിതാഭസ്മത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അവരുടെ സങ്കടങ്ങളും വ്യഥകളും എടുത്തുകൊണ്ടാണ് വല്യ എന്ന നോവൽ വന്നത്. അതിലൊരു വർക്കിയപ്പൂപ്പൻ എന്നൊരു അപ്പാപ്പനുണ്ട്. ആ അപ്പാപ്പൻ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, വർഷക്കാലത്ത് മുഴുവൻ കൃഷിയും വെള്ളം പൊങ്ങി നശിച്ചു പോവുകയാണ്. വളരെ നിരാശനായി കടമെടുത്ത് നടത്തിയ നെൽകൃഷിയാണ്, എല്ലാം പോയി. ചിലപ്പോൾ വിളഞ്ഞു നിൽക്കുമ്പോൾ ആന ഇറങ്ങി എല്ലാം നശിപ്പിച്ചു കളയും. അപ്പം വളരെ നിരാശനായി അദ്ദേഹം കല്യാണിയുടെ ചായ്പിൽ പോയി അവിടെ നിന്ന് കുറച്ച് കള്ളൊക്കെ മോന്തി ഒരു എന്താ പറയുക തോണിയിൽ അങ്ങനെ കടന്നു പോവുകയാണ്. കർത്താവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ തോണി ഒഴുകി മറയുകയാണ്. അതുപോലെയുള്ള വർക്കിയപ്പാപ്പന്മാർ ഇന്നും ഇന്നലെയുമല്ല, ദശകങ്ങളായി വയനാട്ടിലുണ്ട്, ഇന്നും തുടരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്കോ ഫിക്ഷൻ വഴി നമുക്കറിയാം, മലയാളത്തിൽ ഒരുപാട് കഥകളും നോവലുകളും കവിതകളും സുഗതകുമാരിയുടെ കാലം മുതൽ നമ്മുടെ ഒരുപാട് കവിതകൾ, നമ്മുടെ ONV സാർ എഴുതിയ കവിതകൾ ഒക്കെ കവിതയിൽ നമ്മളുടെ പ്രകൃതി എന്ന പ്രകൃതി സംരക്ഷണം എന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള വ്യഥകളായി വരുന്നുണ്ട്. സറാ ജോസഫിൻ്റെയും അംബികാസുധൻ മാങ്ങാട് പോലെ രാമലിംഗ സാറിൻ്റെ UK കുമാരൻ സാറിൻ്റെ ഒക്കെ കഥകളിലും നോവലുകളിലും ഒക്കെ ഇതുപോലെ ഒരുപാട് പേരുടെ ഇതിൻ്റെ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് ഒരു അടയാളപ്പെടുത്തലാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെറിയ കാര്യം നമ്മൾ ചെയ്യുക. ഇപ്പോൾ വാൾ എന്നൊരു സിനിമ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. 800 കൊല്ലത്തിന് ശേഷമുള്ള ഭൂമി എങ്ങനെയാണ് എന്നുള്ളൊരു ചിത്രമാണ് ആ സിനിമയിൽ പറയുന്നത്. അതായത് കുറേ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമി, അവിടെ എങ്ങും മനുഷ്യരില്ല. അതായത് കെട്ടിടങ്ങളുടെ അത്രയും വലുപ്പത്തിൽ മാലിന്യ കൂമ്പാരങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഭൂമിയിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടാതിരിക്കണമെങ്കിൽ ആഗോളതാപനത്തിനെതിരെയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കാതെ ചെറിയ ചെറിയ രീതിയിലൂടെയുള്ള മെഷർമെൻറ്റുകൾ എടുക്കാനായിട്ട് സർക്കാരിനെ, നേരത്തെ രാമനാഥൻ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സർക്കാരിനെ പ്രേരിപ്പിക്കാനുള്ള മുന്നേറ്റങ്ങളാണ് ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. സാധാരണ കുടിയേറ്റക്കാർ വെട്ടി നശിപ്പിച്ചതല്ല വയനാട്ടിലെ കാട് മുഴുവൻ. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഭൂമാഫിയകൾ, റിസോർട്ട് മാഫിയകൾ, ക്വാറി മാഫിയകൾ എല്ലാമായി പകുത്തെടുത്തതാണ്. തോട്ടം മുതലാളിമാരൊക്കെ ആയിട്ട് പകുത്തെടുത്ത് വെട്ടി നശിപ്പിച്ചതാണ് വയനാട്ടിലെ കാടുകൾ. ഇപ്പം ഒരു നെറേറ്റീവ് ഇപ്പോൾ വരുന്നത്, ഇപ്പം കാടിനുള്ളിൽ ഉരുള് പൊട്ടുന്നില്ലേ, അല്ലെങ്കിൽ കാട് നശിച്ചത് കൊണ്ടല്ല ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതൊക്കെ വ്യാജ പരിസ്ഥിതിവാദികളുടെ വാദങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു ചൂരൽമല സംഭവിക്കുന്നത് ആ പ്രകൃതിയുടെ ആ കുന്നിൻ്റെ ചെരിവ്, അതുപോലെ മണ്ണിൻ്റെ ഘടന, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അവിടെ ആ സ്ഥലത്ത് പെയ്യുന്ന മഴ. പക്ഷെ ഇതിനെല്ലാം ആക്കം കൂട്ടുവാൻ ആ പ്രതലത്തെ കവർ ചെയ്തിരിക്കുന്ന കാടില്ലാതാകുമ്പോൾ ഇതിനെല്ലാം ആക്കം കൂട്ടും. അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുമെന്നെല്ലാം ശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു കാടെങ്കിലും കൊച്ചു തോട്ടമെങ്കിലും സംരക്ഷിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ള വ്യഥയുടെ പേരിലാണ് ഈ വല്യ എന്ന നോവൽ പിറക്കുന്നത്. നമ്മുടെ സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ചോദ്യങ്ങൾ അട്രാക്ഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും UK സാറോട് വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ഉത്തരവും ചോദ്യവുമാണ്. മലയാളികളിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ മനുഷ്യരിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അതിനെ പിന്നീട് നോക്കിക്കാണുന്നത്? ആദിമാഷിന്റെ ചോദ്യം കേട്ടപ്പോഴേ എനിക്കൊരു അമ്പരപ്പാണ് തോന്നിയത്. ഓരോ ദുരന്തവും നമ്മെ ഏതെങ്കിലും തരത്തിലുള്ള പാഠം പഠിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഇത്തരം ദുരന്തങ്ങൾ നമുക്കിടയിൽ ആവർത്തിക്കുമായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഉരുൾപൊട്ടലാകട്ടെ, വർഗീയ കലാപമാകട്ടെ, കുടുംബ തർക്കമാകട്ടെ, എല്ലായിടത്തും നമ്മൾ മനുഷ്യത്വരഹിതമായ ഈ മാനവിക ബോധമില്ലാത്ത ഇടപെടലുകൾ വ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊന്നും തന്നെ നമുക്കിടയിൽ
ഒരു സാംസ്കാരിക ബോധം ഇല്ലാത്തതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഏതോ തരത്തിലുള്ള പ്രേരണ നമ്മെ നിരന്തരം പാപം ചെയ്യിക്കുന്നു എന്ന് മഹാഭാരതം ഓർപ്പിച്ച പോലെ എത്രമാത്രം അനുഭവം ഉണ്ടായാൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും അത്തരം ദുരന്തങ്ങളുടെ ആവർത്തനങ്ങൾ പലപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല. ഇത്രയും കാലം നമ്മുടെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളും സർഗാത്മകമായ ഇടപെടലുകളും കൊണ്ട് എന്തു നേടി അല്ലെങ്കിൽ എന്തു നേടുന്നു എന്നുള്ള ചോദ്യത്തിന് അതിനൊരു മറുപടി നമുക്കിടയിലുള്ള മാനവികതയെ അത് അല്പമെങ്കിലും വളർത്തുവാൻ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പത്രവാർത്തകളിൽ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ തന്നെ ഓർപ്പിക്കുന്നത് ഇത്രമാത്രം ദുരന്തമുണ്ടായാൽ പോലും നമ്മളൊന്നും പാഠം പഠിക്കുന്നില്ല തന്നെയാണ്. അതിന് എന്ത് പരിഹാരം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം ഇത്തരം ഒന്നും ആവർത്തിക്കരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഓരോ സാഹിത്യകൃതിയും നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുക, മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഒരു കാര്യവും ഇടപെടാതിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിരന്തരം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് കൃത്യമായ ഒരു മറുപടി കണ്ടെത്തുവാൻ നടക്കാൻ കഴിയുമോ എനിക്കറിയില്ല. ഇതിന് മഹാഭാരതത്തിൽ ഒരു കഥ മാത്രം ഉദ്ധരിക്കുകയാണ്. കാരണം അതിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് യക്ഷൻ അതിനെ സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനൊക്കെ തന്നെ മറക്കുവാനും ഓർക്കുവാനും തയ്യാറായി അടുത്ത ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അവർ കടക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലെ അഥമ വികാരങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ വലിച്ചെറിയുന്നില്ല എന്ന് നാം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, വളരെ വലിയൊരു ചോദ്യമായിരിക്കും, പക്ഷെ ഉത്തരം വളരെ ചെറുതായിരിക്കണം എന്ന് ആദ്യമേ പറയുകയാണ്. നമ്മളുടെ ദുരന്തങ്ങളൊക്കെ വരുന്നത് യാദൃശ്ചികമാണെന്ന് സ്വാഭാവികമായിട്ടും പലരും പറയും. എന്നാൽ യാദൃശ്ചികമല്ല, അത് മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതെന്ന് മറ്റൊരു കൂട്ടം. അതിനും അപ്പുറത്ത് അമേരിക്കയിലൊക്കെ ഇപ്പോൾ കാട്ടുതീ പടർന്നതുപോലെ പിന്നെ ദൈവകോപമാകാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതോ ഒരു തരത്തിലുള്ള ശാപമാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണം, ഇങ്ങനെ വരാൻ കാരണമെന്ന് പറയുന്നുണ്ട്. രാമൻ സാറ് സവിശേഷമായി പിന്നെ പ്രകൃതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിച്ച ഒരാൾ എന്നുള്ള നിലയിൽ എന്താണ് ശരിയായ ദുരന്തത്തിന്റെ കാരണമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു 3 മിനിറ്റിനുള്ളിൽ ഒന്ന് വിശദീകരിക്കാം. ഞാനധികം സമയം എടുക്കുന്നില്ല, കാരണം നമ്മളെ സദസ്സിൽ ഇന്ററാക്ഷൻ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സിത്താരെ പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ, അബൂബക്കർ കാപ്പാട്, രവീന്ദ്രൻ, ഫിലിപ്പ്, ഇങ്ങനെ കുറേ ആൾക്കാർ. മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള മലയാള സർവകലാശാലയിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരാണ് ഇനി കാര്യം തീരുമാനിക്കുന്നത്, ഇനി വരുന്ന തലമുറ. അപ്പൊ അവർക്ക് നമ്മൾ ഒരു അവസരം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. പക്ഷെ ഈ സമയത്ത് ചില സ്മരണ, ഹാഷിമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മുമ്പ്, ഇന്ന് നമ്മൾ ബഷീറിന് ഏറ്റവും മലയാള സാഹിത്യത്തിൽ പാരിസ്ഥിതിക സാഹിത്യത്തിന്റെ തുടക്കം, അന്ന് ഇക്കോളജിയെ പറ്റിയിട്ടുള്ള ബോധങ്ങൾ ഒന്നുമില്ല, നൈസർഗികമായിട്ടുള്ള ദീർഘദർശനം കൊണ്ട് ഈ ലോകത്തുള്ള പിന്നെ ജീവജാലങ്ങൾക്കും സസ്യലാദികൾക്കും എല്ലാം സൗഖ്യത്തോടുകൂടി ജീവിക്കണമെന്ന് പറഞ്ഞ ബഷീർ ഉണ്ടല്ലോ. മുയലിനാണെങ്കിലും വരാലിനാണെങ്കിലും ഉറുമ്പിനാണെങ്കിലും ആ ഒരു അവബോധമുണ്ടല്ലോ. അത് തെറ്റിച്ചത് കൊണ്ടാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ എഴുതേണ്ടി വരുന്നത്. നമ്മൾ നശിപ്പിച്ചുകൊണ്ടാണ്. ബഷീറിന്റെ വീട്ടിൽ പോയ ഉള്ള അവസ്ഥ, അദ്ദേഹത്തിന്റെ ആ ഒരു
മറ്റ് ജീവജാലങ്ങളോടും പ്രകൃതിയോടുള്ള നൈസർഗികമായ സ്നേഹത്തിന്റെ ഒരു സംഭവം നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടോ? ബഷീറിന്റെ വീട്ടിൽ പോയ എല്ലാവർക്കും ചായ കിട്ടും, ചായ കൊടുക്കാതെ വിടില്ല. നമ്മളൊക്കെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ കുത്തനെയല്ലേ വെക്കുക, ബഷീർ കമുത്തിയിട്ടാ വെക്കുക. എന്താ അങ്ങനെ വെക്കുന്നു വെച്ചാല്, കുത്തനെ വെച്ചാൽ ഇറുമ്പ് പഞ്ചസാരയുടെ മണം പിടിച്ചു വന്ന് ഈ അടിയിട്ട വെള്ളത്തിൽ വന്ന് വീട് ചത്തു മുങ്ങിച്ചാവും. കമിഴ്ത്തി വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ മുങ്ങിച്ചാവില്ല, ആ പഞ്ചാര വെള്ളം അവർക്ക് തിന്നിട്ട് സുഖമായിട്ട്. അപ്പൊ ആ ഉറുമ്പിനോടുള്ള പരിഗണന, ഈ പരിഗണന ഇല്ലാതായതുകൊണ്ടാണ് ഈ കാലാവസ്ഥ ചേഞ്ച് ഒക്കെ ഉണ്ടായത്. ഒരു പറഞ്ഞല്ലോ, പീഡയൊരു ഉറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞു. പീഡ ഉറുമ്പിന് വരുത്തിയ വിവരം അറിയും. നമ്മൾ കോവിഡിന് വിവരം അറിഞ്ഞു. എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തെ ശ്വാസം മുട്ടിച്ചതിന്റെ മറ്റൊരു പ്രശ്നമായിട്ടാണ് ഈ സൂനോട്ടിക് ആയിട്ടുള്ള വൈറസുകൾ വന്നിട്ട് മഹാമാരികൾ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ലോകം മുടിയുന്ന അവസ്ഥയിലെങ്കിലും നമുക്ക് മനുഷ്യരാശിക്കൊന്നൊരു ബോധോദയം ഉണ്ടാകട്ടെ. പണ്ട് ഈ പ്രതിബദ്ധ സാഹിത്യമാണോ, കലയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള ചിന്തയൊക്കെ കുറെ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ മനുഷ്യകുലം മുടിയാൻ നിൽക്കുമ്പോൾ പ്രതിബദ്ധമാകണം സാഹിത്യം. ഈ കുലം നിലനിർത്താൻ ജീവിതം ഉണ്ടായാലേ ലാവണ്യൊക്കെ ഉണ്ടാവും. അപ്പോ കമ്മിറ്റ്മെന്റ് അല്ല, കൺവിക്ഷനോട് കൂടിയിട്ടുള്ള ഒരു എഴുത്തിന്റെ ആവശ്യം ഇന്നുണ്ട്. ആശുപത്രി ചോദിച്ച ചോദ്യം മറന്നുപോയി, എന്തായിരുന്നു? ഒന്നുമില്ല, ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചത്. യാദൃശ്ചികമാണോ ദുരന്തങ്ങൾ, അതല്ല മനുഷ്യന്റെ ചെയ്തികളാണോ, ഇനി അമേരിക്കയിൽ കാട്ടുതീ പടർന്നത് പോലെ ശാപമാണോ? അല്ലല്ല, യാദൃശ്ചികമായിട്ടുണ്ടാവുന്ന നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഭൂമി കുലുക്കമായിട്ടുള്ള ദുരന്തങ്ങളുണ്ട്. അങ്ങനെ പല ദുരന്തങ്ങളും വരും. ഇപ്പം മൂടുന്ന ഒരു ഈ ഇതുണ്ട്, ഛിദ്രഗ്രഹങ്ങളൊക്കെ വന്ന് വീഴുകയാണെങ്കിൽ എന്താ നമ്മളെ ഇതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഇന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരിയാണ് മനുഷ്യൻ നേരിടുന്ന വലിയ വെല്ലുവിളികൾ. അത് മുഴുവൻ മനുഷ്യന്റെ കയ്യിലിരിക്കൊണ്ടുണ്ടായതാണ്. കാരണം ആഗോള താപനം 19-ാം നൂറ്റാണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവുന്ന വരെ സഹസ്രാബ്ദങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ആഗോള താപനത്തിന്റെ കൂടുതലാണ് പിന്നെ പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടാവുന്നത്. അപ്പൊ മനുഷ്യന് മറ്റ് പ്രകൃതിയെ നശിപ്പിച്ചിട്ടും അടിച്ചു പൊളിച്ച ആർത്തിയോടുകൂടി ജീവിക്കാനുള്ള അഭിലാഷം കൊണ്ട്, മോഹം കൊണ്ട് നമ്മൾ തെറ്റായ ഒരു നാഗരികത ഉണ്ടാക്കി. മറ്റ് ജീവജാലങ്ങളുടെയും പ്രകൃതിയെ നശിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളെ കയ്യിലിരിപ്പം തന്നെയാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മള് ഇന്നത്തെ നാഗരികതയുടെ പോക്കിനെ നമ്മൾ തടയിടണം. ഈ രീതിയിൽ അടിച്ചു പൊളിച്ചിട്ട് എല്ലാവർക്കും അമേരിക്കക്കാരന്മാര് ജീവിക്കണമെങ്കിൽ ഒരു 10 ഭൂമി വേണം ഇവിടെ നമുക്ക് അതിന്റെ വിഭവങ്ങൾ ഉണ്ടാകാൻ. അത് സാധ്യമല്ല. അതുകൊണ്ട് ഒരു ലൈഫ് ഓഫ് ആക്ഷനിൽ നിന്ന് സാംസ്കാരികമായിട്ട് ഒരു ലൈഫ് ഓഫ് കണ്ടംപ്ലേഷനിലേക്ക് മാറിയാലേ മനുഷ്യ ജീവിതം നമുക്ക് ഈ കുലത്തെ നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നമ്മൾ. അല്ലാതെ ഇത് ശാപം കൊണ്ടും കീപം കൊണ്ടും ഉണ്ടാവുന്നൊന്നുമല്ല. ഇതെല്ലാം നമ്മളെ കയ്യിലിരിപ്പുണ്ടാവുന്ന. ഷേക്സ്പിയർ ദുരന്തങ്ങളില് കഥാപാത്രങ്ങൾക്ക് ദുരന്തം വരുന്നത് ഓരോ കഥാപാത്രങ്ങളുടെയും ദൗർബല്യങ്ങൾ ഫ്ലോ കൊണ്ടാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ദുരന്തമുണ്ടെങ്കിൽ മറ്റൊരുത്തൻ മുകളിൽ ഇരുന്നിട്ട് ശപിച്ചിട്ടൊന്നുമല്ല, നമ്മളുടെ കയ്യിലിരിപ്പുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ അധിക കാലം ഈ വണ്ടി പോകാൻ പോകുന്നില്ല. ഇത്ര ഗ്രൂപ്പ് പറഞ്ഞ മാതിരി സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ഈ വർഗം മുടിഞ്ഞു പോകും. അതൊരു ഭീകരമായ ദുസ്വപ്നമാണ്. ഈ മറ്റൊരു അടയാളം ബാക്കി വെക്കാതെ പ്രകൃതിയുടെ അനിവാര്യമായ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ നിർത്തിയില്ല. അവിടെ നമുക്ക് മനുഷ്യൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ തടുക്കാൻ വരും. അന്യഗ്രഹം വരുന്ന സമയത്ത് കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊള്ളണം മമാശാരാവിക്രമം ഇന്നൂ പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. ഏറ്റവും പ്രകൃതി സ്നേഹിയായിട്ടുള്ള ജീവജാലങ്ങളെല്ലാം സ്നേഹിക്കുന്ന എഴുത്തച്ഛൻ മനുഷ്യമുടി എന്ന് പറയുമ്പോ ഇങ്ങോട്ട് കൊണ്ടുപോവാ ചാപബാണങ്ങൾ. അങ്ങനത്തെ ഒരു പരിപാടി നാസയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ടി നമ്മളുടെ കൺട്രോളിന് അപ്പുറമുള്ള പ്രതിശക്തികളുടെ വിനാശത്തെ നമുക്ക് ശാസ്ത്രം കൊണ്ട് നേരിടാം. പക്ഷെ ആദ്യം നന്നാവണം, ഒരുമുണ്ടാകണം, തമ്മ് തച്ചാ മുടി. അത്രയ്ക്ക് പറയാം. ഓക്കെ, താങ്ക് യു. ഷീല ടോമിയുടെ 1 മിനിറ്റുള്ള ചോദ്യമാണ്. നമ്മളുടെ 10 മിനിറ്റ് ഇനിയില്ല. ഈ പ്രവാസ ജീവിതം, ധാരാളം കാല പ്രവാസത്തായിരുന്നത് കൊണ്ട് തന്നെ മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള നൊസ്റ്റാൾജിയ ഫീലിങ്സുകളൊക്കെ ഉണ്ടാവും. അവിടെയുള്ള സംസ്കാരങ്ങൾ, അവരുടെ പ്രകൃതിയോടുള്ള മനോഭാവങ്ങളൊക്കെ
വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിശദീകരിക്കാം. ഇപ്പം അവർ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അഥർവവേദത്തിലൊരു സൂക്തമുണ്ട്, ഭൂമി ഞാൻ നിന്നിൽ നിന്നും എടുക്കുന്നതൊക്കെയും വീണ്ടും കിളിർത്തു വരാൻ കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ബഷീറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളിലും നമ്മളുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മൾ സർവ്വ ചരാചരങ്ങളോടുമുള്ള ഒരു സ്നേഹം അതിൽ വരുന്നുണ്ട്. ഇപ്പം ബൈബിളിലാണെങ്കിൽ തന്നെ ഈ മുഴുവൻ പ്രകൃതിയിലെ ചരാചരങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരനായിട്ടാണ്, ഏദൻ തോട്ടത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അല്ലാതെ മുഴുവൻ എന്താ പറയുക തനിക്ക് ഉപയോഗിക്കാനും നശിപ്പിക്കാനുമുള്ള ഒരു കാര്യമായിട്ടല്ല. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്താണ് സംഭവം എന്നാണ് ഹാഷിം ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗൾഫിൽ ഞാൻ 10-20 വർഷത്തിലധികം ഗൾഫിലായിരുന്നു. ഇപ്പം ഗൾഫിലൊക്കെ മഴ പെയ്തു തുടങ്ങി കേട്ടോ. ആദ്യം ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഒരു മഴ കിട്ടണമെങ്കിൽ ഇവിടെ ജൂലൈ മാസത്തിൽ ഇവിടെ വരണമായിരുന്നു മഴ കിട്ടാൻ. അപ്പം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗൾഫിൽ മഴ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ശാസ്ത്രജ്ഞന്മാരിപ്പം മറുപടി പറയേണ്ടതുണ്ട്. അതേസമയം നമുക്ക് മഴ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ മഴ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ പോലെ തന്നെ സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മേഘവിസ്ഫോടനമൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ നേരത്തെ രാമനുണ്ണി സാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വരുന്ന മാറ്റങ്ങൾ ഇതിനെങ്ങനെ അതിജീവിക്കാമെന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്വിറ്റ്സർലൻഡിൽ സന്ദർശിക്കുന്ന ഒരു സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അവിടുത്തെ നഗരങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം എന്താണെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? സൈക്കിളാണ്. നമുക്കറിയാം, നമ്മളൊരു സൈക്കിളിൽ ഇവിടെ ഒരു ചന്തയിൽ പോവുക അല്ലെങ്കിൽ സൈക്കിളിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് സൈക്കിളിൽ ചവിട്ടി പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഒരു വലിയ കാറെടുത്ത് മീൻ മേടിക്കാൻ പോകും അല്ലെങ്കിൽ ഇറച്ചി മേടിക്കാൻ പോകും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ? നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളും സൈക്കിളിലേക്കും നടത്തത്തിലേക്കും ഒക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക വീട് നിർമ്മാണ രീതികൾ. നമ്മൾ വലിയ കോൺക്രീറ്റ് മാളികകൾ ഉണ്ടാക്കി അതിലിരുന്ന് ചുട്ടുപൊള്ളുകയാണ്. അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ മഴയ്ക്കും അവരുടെ മഞ്ഞ് വീഴ്ചയ്ക്കും ഒക്കെ അനുസൃതമായ കൊച്ചു കൊച്ചു വീടുകളാണ് ഇപ്പം നിർമ്മിക്കുന്നത്. ചെരിഞ്ഞ മേൽക്കൂരയുള്ള കൊച്ചു വീടുകളിൽ അവർ സുഖമായിട്ട് അവരുടെ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ഗൃഹനിർമ്മാണ പദ്ധതികൾ ഏർപ്പെടുന്നു. നമ്മുടെ അനുകരണം നിർത്തണം. എങ്കിലേ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല അംശങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മൾ മുമ്പോട്ട് വരണമെന്നാണ് കുറച്ചു കാലം പുറത്ത് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ. ഇവരെ കേട്ടാലും അതേപോലെ തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാകുന്നില്ല. നമുക്ക് കേട്ടിട്ട് മതിയാകുന്നില്ല, അവർക്ക് പറഞ്ഞിട്ട് മതിയാകാത്ത ഒരു അവസ്ഥയാണ്. അത്രത്തോളം മനോഹരമായി സംസാരിക്കുന്നത്. അതായത് നമ്മളുടെ സമയം വളരെ കുറവാണ്. പിന്നെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. പ്രിയപ്പെട്ടവരെ, വികസനവും പരിസ്ഥിതിയും തമ്മിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മാറി മാറി ഭരിച്ച സർക്കാരുകൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടില്ലേ? 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ആദിവാസി മൂപ്പൻ അമേരിക്കൻ പ്രസിഡന്റിന് അയച്ച കത്തിലെ വരികൾ ഇപ്രകാരമാണ്: അവസാനത്തെ മരവും വെട്ടിവീഴ്ത്തിയതിന് ശേഷമേ, അവസാനത്തെ പുഴയും വറ്റി വരേണ്ടതിന് ശേഷം മാത്രമേ, അവസാനത്തെ മീനും ചത്തു പൊങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇന്ന് കാണുന്ന സ്ഥിതി അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിലമതിക്കുന്ന ഈ പണത്തിന് ഒരു മൂല്യവുമില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുമെന്ന് പറയുന്നു. അപ്പോൾ ഭരണകൂടവും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ സമൂഹത്തിൽ ഉന്നതരെന്ന് അവകാശപ്പെടുന്ന ജനതയെ തമ്മിൽ ഒരു അൺഹോളി നെക്സസ്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നില്ലേ? എങ്ങനെയാണ് നമുക്കതിനെ പൊതുജനങ്ങൾക്ക് ചെറുക്കാനാവുക, അല്ലെങ്കിൽ കേരളത്തിലെ ജനതയ്ക്ക് ചെറുക്കാനാവുക എന്ന് 4 പേരിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആരായിക്കോട്ടെ, സാറ് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പോ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാത്രം പ്രശ്നമല്ല. എല്ലാ ഭരണകൂടങ്ങളും ജനാധിപത്യ ഭരണകൂടം എന്നാണല്ലോ ഇപ്പം ഒന്ന് പറയുന്നത്, ലിബറൽ ഡെമോക്രസിയാണ്. പക്ഷെ ശരിക്കും ഭരിക്കുന്നവരാരാ? കോർപ്പറേറ്റുകളെ ഇവര് വെറും കൂട്ടിക്കൊടുക്കുകവർ മാത്രമാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. ഈ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ
അത് മുതലാളിത്തം, ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ആർത്തി, മത്സരം, ചീത്ത വികാരങ്ങളിലാണ് അത് അടിച്ചുറച്ചു നിൽക്കുന്നത്. അതാണ് കോവിഡ് വന്ന സമയത്ത് ബുദ്ധിജീവികൾ പറഞ്ഞല്ലോ, കൊറോണ ഈസ് ഓൺലി എ വൈറസ്, പാൻഡമിക് ഈസ് ദി ക്യാപിറ്റലിസം. കൊറോണ എന്ന് പറയുന്ന ഒരു വേറെ വൈറസ് മാത്രമാണ്. ശരിയായ മഹാമാരി ഭൂലോകത്തെ മുടിക്കുന്ന ഈ ഫൈനാൻസ് ക്യാപിറ്റലിസമാണ്. അതുകൊണ്ട് നമ്മളുടെ ഭരണകർത്താക്കളൊക്കെ വെറും പാവകളാണെന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ പൈസ വാങ്ങുന്നവർ അധികം ആൾക്കാർ. അപ്പോൾ ഈ വ്യവസ്ഥിതി മനുഷ്യനെ മുടിക്കുന്ന, മനുഷ്യന്റെ നന്മകളില്ലാതെ പ്രകൃതിയെയും മനുഷ്യനെയും മുടിക്കുക, മനുഷ്യന്റെ ചീത്ത തിന്മകളെ വളർത്തുന്ന ഒരു വ്യവസ്ഥിതിയുടെ കീഴിലാണ് നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോവിഡ് സമയത്ത് ഈ പെരുമാറ്റം പെരുമാറിയത്. അപ്പോൾ ഇതിന് ലോകത്തുള്ള ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ജനകീയമായ മുന്നേറ്റം ഈ വ്യവസ്ഥിതിക്കെതിരെ, ഈ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വേണം. അതാണ് കിം സ്റ്റാൻലി റോബിൻസിന്റെ ഒക്കെ മിനിസ്ട്രി ഓഫ് ദി ഫ്യൂച്ചർ എന്നുള്ളതിൽ കുറെ പരിസ്ഥിതിക്കാരും ബുദ്ധിജീവികളൊക്കെ എന്നിട്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാം. ഇതൊക്കെ സാഹിത്യത്തിൽ കൂടെ മുന്നോട്ട് വെച്ചാലേ നമുക്ക് വിമോചനത്തിനുള്ള മാർഗം കണ്ടെത്താൻ പറ്റും. അതിനൊരു മറുപടി UK സാർ. അല്ല, മറുപടിയല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഈ പ്രകൃതി ദുരന്തത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യനിർമ്മിതമല്ല, അതിനെ പ്രതിരോധിക്കുവാൻ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് കഴിയുന്നതാണ്. അടുത്ത കാലത്ത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അമേരിക്കയിൽ വൻ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ എത്ര വീടുകളാണ് നശിച്ചുപോയത്, എത്ര പേരാണ് കൊല്ലപ്പെട്ടത്. ഇത്രമാത്രം പുരോഗതിയുള്ള അഗ്നിശമന പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് അവർക്കതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത്? ഇന്നും കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതാ ശരിക്കും പറഞ്ഞാൽ അത്തരം സംഭവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിസ്സഹായരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ആർത്തിയെ നശിപ്പിക്കുവാൻ ഒരിക്കൽ പോലും ആർക്കും കഴിയില്ല. സാധാരണ പോലും ജീവിക്കുക, ഒരാളുടെ ആവശ്യത്തിനുള്ള എല്ലാ പ്രകൃതി വന്നിട്ടുണ്ട്. നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ ഏറ്റവും വലിയ സ്വാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദുരന്തമാണ് അത് അമേരിക്കയിൽ കണ്ടത്. ഇവിടെ ഇങ്ങനെ കാടുകളൊക്കെ തന്നെ നിരന്തരം വെട്ടി നശിപ്പിച്ചു. ആമസോൺ കാടുകളൊക്കെ തന്നെ പകുതിയായി കുറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനടുത്ത ദുരന്തം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇതായാലും നമുക്ക് ഓരോ ദുരന്തവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ സഹജമായ പ്രതിരോധത്തെ എത്രമാത്രം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഓരോരുത്തരും ശ്രമിക്കുക. അത് മാത്രമേ മാർഗമുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അടുത്ത ചോദ്യം ആരെങ്കിലും ഉണ്ടോ? രാമണി മാഷിന്റെ കുറെ കഥകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രകൃതിപക്ഷം 2017 ഇറങ്ങിയത്, പിന്നെ വൈറസ് ഇല്ലാത്ത വിത്ത്. അപ്പോൾ ഈ കഥകളിലൊക്കെ ഇങ്ങനെ, അത് കഴിഞ്ഞ് ഗ്രേറ്റ് ഏച്ചി റീസെൻ്റ്ലി വന്ന് ഡിസംബറിൽ വന്ന്, അതിനുശേഷം കഥ വന്നു നല്ല പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്. ഈ കഥകൾ വായിക്കുമ്പോൾ ഗ്രേറ്റ് ഏച്ചി, എനിക്ക് ഗ്രേറ്റ് ഏച്ചി കാണുകയെന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് പ്രദീപ് മാഷ് അടയാളപ്പെടുത്തുന്നത് ശാസ്ത്ര സാമൂഹിക അസ്ഥിരതയുള്ള ഒരു മനുഷ്യനെന്ന് ആ പദം പ്രയോഗിക്കുന്നുണ്ട്. മാഷിൻ്റെ ചില കഥകൾ വായിക്കുമ്പോൾ ആ അസ്ഥിരത എഴുത്തുകാരന് എന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. ശാസ്ത്ര സാഹിത്യ അസ്ഥിരതയുള്ള ഒരു എഴുത്തുകാരനായിട്ട് ഇത് ചോദ്യത്തിൻ്റെ ആമുഖമായിട്ട് പറയുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഗ്രേറ്റ് ഏച്ചിയെ കാണുക എന്ന് പറയുന്ന ചോദ്യത്തിന് ആമുഖം വേണം, അതുകൊണ്ട് സമയം കളയാതെ പെട്ടെന്ന് പറയാം. അതായത് ഗ്രേറ്റ് ഏച്ചിയെ കാണുക എന്ന് പറയുന്നത് ഈ സമ്മേളനത്തിൻ്റെ അകത്ത് നടക്കുന്ന വലിയ ആഘോഷത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഗ്രേറ്റ് കബനിയെ വന്ന് ചുംബിക്കുമ്പോൾ മനുഷ്യ ജന്മത്തിൻ്റെ ഒരു വലിയ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നൊരു സമ്മേളനം. കബനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വയനാട് ചുരം കയറുമ്പോൾ പരിസ്ഥിതി പൂത്തുലഞ്ഞു നിൽക്കുന്നത്, വരിക്കപ്ലാവിൽ ചക്ക, അത് ഭയങ്കര ഗംഭീരമായിട്ട് അനുയോജ്യമായ ഇടങ്ങളിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷത്തെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് കഥയിൽ അവതരിപ്പിക്കുന്ന മാഷ്
ഇതിൻ്റെ അകത്ത് വളരെ നയപരമായിട്ട് ഒരു സാംസ്കാരിക സമരത്തിനെ വിമർശിക്കുന്നുണ്ട്. ഈ ചുംബന സമരത്തിൽ പരാജയപ്പെട്ടവർ കബനിക്കൊപ്പം ചേർന്നതായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ പരിസ്ഥിതിയെ അടയാളപ്പെടുത്തുമ്പോൾ ഈ സാംസ്കാരിക സമരവും പാരിസ്ഥിതിക സമരത്തിൻ്റെയും ആവശ്യകത, സമകാലീനതയിൽ ഏത് സമരത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യമെന്ന് മാഷിന്റെ അഭിപ്രായം? കാരണം മാഷ് എല്ലാ സമ്മേളനത്തിൻ്റെ ആഘോഷങ്ങളെ ഇത് ഏത് സമ്മേളനത്തിന്റെ പാരിസ്ഥിതിക സമരത്തിനാണോ സാംസ്കാരിക സമരത്തിനാണോ പ്രാധാന്യം? അല്ല, ഞാൻ ഒറ്റ പറയുള്ളൂ കാര്യം. അതായത് ഇപ്പൊ ശാസ്ത്രം ഞാൻ എല്ലാ കൃതികളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതില് പാരിസ്ഥിതിക സമരവും സാംസ്കാരിക സമരവും ഒരേ മാതിരിയാണ്. പക്ഷേ ഇതിൽ ചില വിരുദ്ധം, നമ്മളൊരു സ്വയം സാംസ്കാരിക സമരത്തിന് ചുംബന സമരമൊക്കെ വന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇത് മറ്റ് രാഷ്ട്രീയമൊന്നുമല്ലാതെ ഇതിൽ മാത്രം കടന്നു കളിക്കുന്ന ചില തെറ്റായ പ്രവണതകൾ, അതായത് ചിലർക്ക് തീവ്രവാദം, മറ്റേ വാദം. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഒരു ആത്മവിമർശനം വേണം. അതായത് എല്ലാറ്റിനും എന്താക്കാൻ പറ്റില്ല. ഏത് ഇപ്പൊ പാരിസ്ഥിതിക സമരത്തെ പറ്റി എഴുതുമ്പോഴും അതിനൊരു ആത്മവിമർശനം. അപ്പൊ ചെറിയൊരു കളിയാക്കലാണ് നടത്തിയത്. അതായത് വേറെ രാഷ്ട്രീയമായ കാര്യമായ സമരമൊന്നും നടത്താതെ വെറും ചുംബന സമരമായി മാത്രം നടക്കുന്നവരെ തലക്കെടുക്ക് ഒരു കൊട്ടു കൊടുക്കണം. അതിന് പ്രാധാന്യമില്ല. ആ വിമർശനം എല്ലായിടത്തും ഉണ്ട്. മന്ത്രിനെ വിമർശിച്ചിട്ടില്ലേ? മന്ത്രി ബിസ്ലറി ബോട്ടലിലാണ് കൊടുക്കുന്നത്. അതിലും വലിയൊരു പരിഹാസം മന്ത്രിയിൽ കവിഞ്ഞ ആരെയുള്ളത്? അപ്പൊ സാഹിത്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിട്ടിക്കലും കൂടി ആയിരിക്കണം. അതാ ഏതായാലും നമ്മുടെ സെഷൻ അവസാനിക്കുന്നു. ചൂരൽമലയിൽ നിന്ന് ലോകത്താകമാനമുള്ള പരിസ്ഥിതി വിഷയങ്ങളിലേക്ക് നമ്മളുടെ ചർച്ച നീണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം, സ്നേഹം.